ഓണമല്ലേ വരുന്നത്, നമുക്ക് അടപ്പായസം ഉണ്ടാക്കിയാലോ? ഒരു ഉരുളി അടുപ്പിൽ വെച്ച് നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അടയിട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. അടയുടെ കാടി കളഞ്ഞ് ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അടയിട്ട് കൊടുക്കാം. ഇത് തേങ്ങയുടെ 2ാം പാലാണ്, അത് ഒഴിച്ചു കൊടുക്കുക. ഇത് അട വേവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. നമ്മൾ അടയും ചവ്വരിയും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ച് ഇറക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതും ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. ചുക്കുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിടാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ നമ്മളെ ഓണത്തിൻ്റെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.